ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ 31 എടുത്ത വീഡിയോ കേട്ടോ. അപ്പം വീഡിയോ ഇടാനുള്ള ടൈം ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഇടാൻ പറ്റാഞ്ഞത്. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലാണ്. അതിനായിട്ട് ചെറിയൊരു കോൾഡും ചുമയും. അപ്പം നല്ലതായിട്ടുണ്ട് ചുമ. അത് കാണിക്കാനായിട്ട് വന്നതാണ്. കാണിച്ചു, മരുന്നൊക്കെ മേടിച്ചു. അപ്പോൾ അവിടെ ഇട്ടിരിക്കുന്ന കോലമായിരുന്നു അത് കേട്ടോ, ഹാപ്പി ന്യൂ ഇയറിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് സ്കൂളിൽ നിന്ന് തന്ന സ്വീറ്റ് ബോക്സ് ആട്ടോ, ന്യൂ ഇയർ സ്പെഷ്യൽ. എല്ലാ കൊളീഗ്സിനും തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ. അപ്പം എല്ലാവരും 31 പോയി അടുത്ത പുതിയ വർഷം വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക അല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ല നന്മകൾ നേരുന്നു. നല്ലൊരു വർഷം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വർഷമാണ് 2025. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കരയേണ്ടിയും വന്ന ഒരു വർഷമാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 12 വർഷമായി. 13ാമത്തെ വർഷമാവാൻ പോവാം. ഈ 12 വർഷം എൻ്റെ കൂടെ നിന്നെന്നെ, എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ ഞാൻ കണ്ട ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിലുള്ളൊരു വ്യക്തി, അതൊരു വലിയൊരു ചീറ്ററാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അത് ഈ വർഷമാണ് എനിക്ക് എല്ലാവരും പറഞ്ഞിട്ടും കേൾക്കാഞ്ഞിട്ടും അവർ കൂടെ നിന്ന് ചതിക്കുകയെന്ന് അവരുടെ വായിൽ നിന്ന് തന്നെ മനസ്സിലാക്കി തന്ന ദൈവത്തിന് അങ്ങനെ ഒരു വർഷവും കൂടെ ആയിരുന്നു എനിക്കിത്. അപ്പം എല്ലാവർക്കും നല്ലൊരു വർഷം വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ സ്നാക്സ്. ഹൽവയുണ്ട്, രണ്ട് ടൈപ്പ് ഹൽവയുണ്ട്. പിന്നെ നമ്മുടെ കലാക്കണ്ട, അതിൻ്റെ പേരൊക്കെ കലാക്കണ്ട എന്നൊക്കെ ആട്ടോ, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാനും എൻ്റെ ഏട്ടനോട് ഹോസ്പിറ്റലിൽ ഇറങ്ങിയപ്പോൾ നന്ദമോൾക്ക് കേക്ക് വേണം. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ വർഷം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധു ഒരു നല്ല പണി ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ഇപ്പം ഞങ്ങൾ 3 പേര് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കേക്ക് മേടിക്കാൻ ഇറങ്ങി. ഫസ്റ്റ് കേക്ക് കടയിൽ പോയി, അവിടെ ഭയങ്കര റഷ്. വേറൊരു കടയിൽ പോയി, അവിടെയും ഭയങ്കര തിരക്ക്. അവസാനം ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു അമ്മയും മോനും മാത്രം നിൽക്കുന്നു. അപ്പോൾ അനുവേട്ടൻ പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ, അവർക്ക് കച്ചവടമൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് ഇവിടെ വന്നു, കുറേ കേക്കൊക്കെ നോക്കി. അപ്പോൾ സത്യം പറഞ്ഞാൽ പൈസയ്ക്കും കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ചെറിയ കേക്ക് മതി. പിന്നെ നന്ദമോള് തന്നെ അത് കഴിച്ച് തീർക്കത്തുള്ളൂ. നമ്മൾ വലുതായിട്ട് സ്കൂളിൽ പോകുന്ന പറഞ്ഞാൽ വലുതായിട്ട് പോകത്തില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഒന്നും വേണ്ട, ഒരു സമാധാനത്തിൻ്റെ വൈറ്റ് കളർ കേക്ക്, വാനില കേക്ക് തന്നെ മേടിക്കാമെന്ന് കരുതി. അപ്പോൾ വാനില കേക്ക് മേടിച്ചു. നന്ദമോൾക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വാനില കേക്ക് മേടിച്ചു. അപ്പോൾ ഈ കട കേട്ടോ, ഇവർ പുറത്ത് സെറ്റ് ചെയ്ത് എനിക്കൊന്ന് കടയെങ്ങാണ്ട് പുതുക്കാനായിട്ടൊക്കെ ആയിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കൽ അനുവേട്ടൻ്റെ ബർത്ത്ഡേ കേക്ക് ഇവിടുന്നായിരുന്നു മേടിച്ചത്. നല്ല കേക്കായിരുന്നു, നല്ല നല്ലൊരു നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കേക്കായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടുന്ന് തന്നെ മേടിക്കാമെന്ന് കരുതി മേടിച്ചു. ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതി. അപ്പം ഈ വർഷമെങ്കിലും കരയാതെ ദൈവത്തിലേക്ക് ഒരുപാട് അടുത്തു. പിന്നെ ഒരുപാട് എല്ലാവർക്കും നല്ലത് വരണേന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. 2026. ഓക്കെ. അപ്പം നിങ്ങളുടെയൊക്കെ എന്തൊക്കെയാണ് വിശേഷം? നമുക്ക് വീഡിയോസ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആക്ച്വലി ടൈം കിട്ടുന്നില്ല. മെയിൻ പ്രോബ്ലം അതാണ്. വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല ടയേർഡായി പോകുന്നു. അതൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാത്തത്. അപ്പം നാട്ടിൽ ഇനിയിപ്പം രാത്രിയാകുമ്പോൾ അച്ഛനും അമ്മയൊക്കെ വിളിക്കും. പിന്നെ ഞാൻ എല്ലാ വട്ടവും കഷ്ടപ്പെട്ട് 12 മണി വരെ ഇവരെയൊക്കെ ഉറക്കാതിരുന്നാൽ ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നത്. പക്ഷേ എൻ്റെയും മൈൻഡ് അത്ര ശരിയല്ല. പിന്നെ ഈ വട്ടം എനിക്ക് ആർക്കും മെസ്സേജ് ഇടാൻ പോലും ഉള്ള താല്പര്യം ഇല്ല ആക്ച്വലി. എന്തായാലും അച്ഛനും അമ്മയും വിളിക്കുമായിരിക്കും രാത്രി. പിന്നെ എല്ലാവർക്കും നോർമലി വിഷ് ചെയ്യാം. എന്താ പറയുക. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മുടെ ചാനൽ, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അന്ന് മുതൽ നമ്മുടെ ചാനലിൻ്റെ പേര് ഞാൻ മാറ്റുകയാണ് കേട്ടോ. ഓൾറെഡി ഞങ്ങളുടെ ചാനലിൻ്റെ പേര് മന്നൂസ് വേൾഡ് എന്നാണ്. അപ്പോൾ മോളുടെ പേര് മാൻവി എന്നായതുകൊണ്ട് മന്നൂസ് വേൾഡ് എന്നിട്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചാനലിൻ്റെ പേര് മാറ്റുകയാണ്. V3 We Are In Love എന്നാക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛനും മോളോട് കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നത് കണ്ട് നിങ്ങൾ സംശയിക്കേണ്ട, ഇത് രാവിലെയാണ് കട്ട് ചെയ്തത്. അപ്പം ഞങ്ങൾ സാധാരണ ഇത്രയും വർഷവും ഞങ്ങളുടെ ആ ബന്ധുവിൻ്റെ വീട്ടിൽ പോയാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. ഒരുമിച്ചാണ് മേടിക്കുന്നത്, ഒരുമിച്ചാണ് രാത്രി ഫുഡ് കഴിക്കുന്നത്, എല്ലാം ഒരുമിച്ചായിരുന്നു. അപ്പം നല്ലൊരു 8ൻ്റെ പണി എനിക്ക് തന്നതുകൊണ്ട് നമ്മളതെല്ലാം അവോയ്ഡ് ചെയ്തു. ഇപ്പോൾ അവരുമായിട്ട് നമ്മൾ മിണ്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല.
അപ്പം ഞങ്ങൾ തന്നെയാണ്. അപ്പം ഞാൻ മേടിക്കണ്ട എന്ന് എൻ്റെ ഇതിൽ. അപ്പോൾ അച്ഛനും മോളുടെ വിഷമം അച്ഛൻ കാണാതിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ രണ്ടുപേരും കിടന്നുറങ്ങി. നന്ദയാണെങ്കിൽ ഞങ്ങൾ 11:30 വരെ വെയിറ്റ് ചെയ്തിട്ട് നന്ദ എഴുന്നേറ്റില്ല. അത് കാരണം ഞങ്ങൾ രാവിലത്തേക്ക് തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഭയങ്കര തണുപ്പുമായിരുന്നു. അത് കാരണം നമ്മൾ രാവിലെ കട്ട് ചെയ്തു. പിന്നെ ഫുഡും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വട്ടവും ഇവിടെ ഫുഡ് ഇവിടെ ഭയങ്കര ഇതാട്ടോ. ഇവിടുത്തെ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. ജസ്റ്റ് ഫുഡ് ഒരുപാട് മീൻസ് എല്ലായിടത്തും ബിരിയാണിയൊക്കെ ഒരുപാട് ഉണ്ടാക്കി കോംബോ പാക്കൊക്കെ വയ്ക്കും. ആക്ച്വലി ഞാൻ ഒന്നും വീഡിയോ എടുത്തില്ല. ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. അപ്പം അത് കാരണം പിന്നെ തണുപ്പും പിന്നെ അനുവേട്ടന് നല്ല ചുമയുണ്ട്. അപ്പോൾ വണ്ടി ഓട്ടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചുമയ്ക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇവിടെ എല്ലാം പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുവേട്ടന് ഇതാവത്തില്ലേ. അത് കാരണം ഞങ്ങൾ പോയില്ല. പിന്നെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ന്യൂ ഇയർ വിശേഷം. ഈ വർഷമെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മകൾ വരട്ടെ. നമുക്കിട്ട് പണി തന്ന എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത്രയേ ഉള്ളൂ. ഹാപ്പി ന്യൂ ഇയർ.